നിങ്ങൾ ഏതെങ്കിലും ക്യാമ്പിൽ പങ്കെടുത്തിട്ടുണ്ടോ? അതിൻ്റെ ലാസ്റ്റ് ഡേ ഒരു ഫീഡ്ബാക്ക് പറയുന്ന പരിപാടിയുണ്ട്. ക്യാമ്പിൽ മാത്രമല്ല കേട്ടോ, ഒഫീഷ്യൽ ആൻഡ് അൺഒഫീഷ്യൽ ഗ്യാതറിങ്ങുകളിലും അതുപോലെ തന്നെ റിവ്യൂ മീറ്റിങ്ങുകളിലൊക്കെ ഈ ഒരു സംഗതി നമ്മൾ അനുഭവിച്ചിട്ടുണ്ടാവും. അപ്പോൾ സംഭവിക്കുന്ന ഒരു കാര്യം പറയട്ടെ. ഈ പരിപാടിയുടെ കോർഡിനേറ്റർ നിങ്ങൾ ആരുടെയെങ്കിലും പേര് വിളിച്ചിട്ട് അഭിപ്രായം ചോദിക്കും. ഇനി അഥവാ മൈക്ക് ഉണ്ടെങ്കിൽ കോർഡിനേറ്റർ ഓരോരുത്തരുടെ കയ്യിലായിട്ട് മൈക്ക് കൊടുക്കും. അവസാനം ആ മൈക്ക് നമ്മുടെ കയ്യിലെത്തും. നമ്മുടെ അവസരമാണ് സംസാരിക്കാനുള്ള. മൈക്ക് കയ്യിലെടുക്കുന്ന നിമിഷം നമ്മൾ അനുഭവിക്കുന്ന ഒരു വിറയലുണ്ട്. ആ വിറയൽ ജീവിതത്തിൽ എപ്പോഴെങ്കിലും അനുഭവിച്ചിട്ടുള്ളവർക്കും ഇപ്പോഴും അനുഭവിച്ചു കൊണ്ടിരിക്കുന്നവർക്കും വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. ആദ്യം തന്നെ പറയാണ്, ഈ വീഡിയോ കുറച്ച് ലെങ്തി ആയിരിക്കും, അതുകൊണ്ട് മുഴുവൻ കാണണമെന്ന് റിക്വസ്റ്റ് ചെയ്യാണ്. ഈ മൈക്ക് കയ്യിൽ കിട്ടുമ്പോൾ 3 രീതിയിൽ റിയാക്ട് ചെയ്യുന്നവരാണുള്ളത്. ആദ്യത്തെ ആളുകൾ മൈക്ക് കയ്യിൽ കിട്ടി, ഇനിയിപ്പോൾ സംസാരിക്കാം എന്ന രീതിയിൽ സംസാരിച്ചു തുടങ്ങുന്നവർ. രണ്ടാമത്തെ ആളുകൾ എനിക്ക് മൈക്കൊന്നും വേണ്ട, ഞാൻ അല്ലാതെ സംസാരിക്കാം എന്ന് പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്യുന്നവർ. മൂന്നാമത്തെ ആളുകൾ ഒന്നും പറയില്ല, എനിക്ക് മൈക്കൊന്നും വേണ്ട, അത് നിങ്ങൾ ആരെങ്കിലും വെച്ചോളൂ, ഇതെൻ്റെ കയ്യിൽ തരരുതേ എന്നുള്ള രീതിയിലായിരിക്കും അവരുടെ റിയാക്ഷൻ. ഇതിൽ രണ്ടാമത്തെയും മൂന്നാമത്തെയും കാറ്റഗറിയിൽ പെട്ടവരാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഇംപ്രൂവ് ചെയ്യാനുള്ള ഒരു വലിയ അവസരമാണ് നിങ്ങൾ നിർദാക്ഷിണ്യം തട്ടിക്കളഞ്ഞത് എന്ന് എനിക്ക് പറയേണ്ടി വരും. കാരണം വേറെ ഒന്നുമല്ല, ഇതുപോലുള്ള ചെറിയ ചെറിയ കൂട്ടം ആളുകളുടെ ഇടയിൽ നിന്നാണ് നമ്മുടെ ഉള്ളിലുള്ള കമ്മ്യൂണിക്കേറ്റർ ഡെവലപ്പ് ആവുന്നത്. ഇവിടെ സംഭവിക്കുന്നത് എന്തൊക്കെയാണെന്ന് പറയാം. ഒന്നാമത്തെ കാര്യം പേടിയാണ്. രണ്ടാമത്തെ കാര്യം, ഈ ചുറ്റുമുള്ള ആൾക്കാർ എന്താ വിചാരിക്കുക, ഞാൻ പറയുന്നത് കേട്ട് അവർക്ക് എന്താ തോന്നുക. മൂന്നാമത്തെ കാര്യം, ഞാൻ പ്രിപ്പയർഡ് അല്ല, പ്രിപ്പയർഡ് ആവാതെ എനിക്കൊന്നും പറയാൻ പറ്റില്ല. ഈ 3 കാര്യങ്ങളെ ഇല്ലാതാക്കണമെങ്കിൽ നമ്മൾ തന്നെ വിചാരിക്കണം. ഒന്നാമത്തെ പേടി ഒഴിവാക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ ഇതുപോലുള്ള അവസരങ്ങളിൽ സംസാരിച്ചുകൊണ്ടേയിരിക്കുക. കിട്ടുന്ന അവസരങ്ങളിലെല്ലാം സംസാരിക്കുക, നമ്മുടെ അഭിപ്രായം പറയാം. പിന്നെയുള്ളത് ആളുകൾ എന്ത് വിചാരിക്കും എന്നുള്ള തോന്നലാണ്. ആളുകളൊന്നും വിചാരിക്കാൻ പോണില്ല. ആളുകൾ നിങ്ങളെ ജഡ്ജ് ചെയ്യാൻ വേണ്ടി ഇരിക്കുകയല്ല, അവർ നിങ്ങൾ പറയുന്നത് കേൾക്കാൻ വേണ്ടി ഇരിക്കുകയാണ്. അവർ നമ്മളിൽ നിന്നൊന്നും വ്യത്യസ്തരല്ല. നിങ്ങൾ പറയുന്ന പോയിന്റാണ് അവർക്ക് അറിയേണ്ടത്, അല്ലാതെ നിങ്ങൾ അതെങ്ങനെ പറയുന്നു എന്നുള്ളതല്ല. മൂന്നാമത്തത് പ്രിപ്പയർഡ് അല്ല എന്നുള്ളത്. നമ്മുടെ ഉള്ളിലുള്ള തോന്നലുകൾ പറയാൻ, നമ്മുടെ ഇന്നർ ഫീലിംഗ് എക്സ്പ്രസ് ചെയ്യാൻ നമുക്ക് എന്തിനാണ് പ്രിപ്പറേഷൻ? ജസ്റ്റ് ഓപ്പൺ യുവർ ഹാർട്ട്. നമ്മുടെ ഹൃദയം തുറന്നാൽ മതി. നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ ജെനുവിനായിട്ട് ഓണസ്റ്റ് ആയിട്ട് പറയാം. പെർഫെക്റ്റ് വേർഡ്സ് തപ്പി പോകണ്ട, ഒരു സ്ട്രക്ചറോ ഒന്നും വേണ്ട. നിങ്ങളുടെ ഉള്ളിലുള്ള കാര്യം പറയാം, അത് മാത്രം മതി. ഇതുപോലുള്ള ചെറിയ ചെറിയ വേദികൾ, ചെറിയ ചെറിയ സദസ്സുകൾ, ചെറിയ ചെറിയ കൂട്ടങ്ങൾ, ക്ലാസ് റൂമുകൾ, അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള ഗ്യാതറിങ്, എല്ലായിടത്തും ഒരവസരം ഉണ്ടെങ്കിൽ നിങ്ങൾ സംസാരിക്കുക. ഒരിക്കലും മടി കാണിക്കരുത്. ആളുകൾ എന്നെ ജഡ്ജ് ചെയ്യുമോ എന്ന് വിചാരിക്കരുത്. ഈ ചെറിയ സദസ്സുകളിൽ നിന്നാണ് ഒരു വലിയ സദസ്സിനെ നേരിടാനുള്ള ആത്മവിശ്വാസം നമുക്ക് കിട്ടുന്നത്. സോ മൈക്ക് കയ്യിൽ കിട്ടുമ്പോൾ കൈമാറണ്ട, തട്ടി മാറ്റുകയും വേണ്ട, സംസാരിച്ചു തുടങ്ങാം. കമ്മ്യൂണിക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കൂടുതൽ കാര്യങ്ങൾ അറിയാൻ പ്ലീസ് ഡു ഫോളോ.